കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. മികച്ച മ്യൂസിക് പ്രൊഡക്ഷനുള്ള സൗണ്ട്സ് ഗുഡ് പി ജയചന്ദ്രൻ സ്മാരക അവാർഡ് കരസ്ഥമാക്കിയ സംഗീത സംവിധായകൻ നന്ദു കർത്തയുടെ ഓർമ്മകളും നിരീക്ഷണങ്ങളും തുടരുന്നു. ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. പാട്ടുണ്ടാകുന്നത് എങ്ങനെ ഏതോ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിലൊക്കെ ഇങ്ങനെ പാട്ടുകൾ സംഭവിക്കണു എന്നുള്ളതല്ലാതെ അതിൻ്റെ പിന്നണിയിൽ എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ വളരെ പതുക്കെ എന്നാൽ ഞാൻ വന്ന സമയത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഈ മ്യൂസിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസിങ്ങിനോ അങ്ങനത്തെ കോഴ്സുകളൊന്നുമില്ല. ഇത് വളരെ നാച്ചുറലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ, വളരെ സ്കിൽഫുള്ളായിട്ടുള്ള കുറേ ആളുകൾ ചെയ്തിരുന്ന പൊതുജനത്തിന് വലിയ പിടിപാടൊന്നും ഇല്ലാത്ത ഒരു മേഖലയായിരുന്നു. ഇപ്പോൾ അച്ഛനും അമ്മയും സർക്കാർ ജീവനക്കാരാണ്. അവർക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും യാതൊരു ഐഡിയയും ഇല്ല. പുറം ലോകമായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഒരു ഫാമിലിയാണ്. അപ്പം ഇതെവിടെ തുടങ്ങണം എന്നൊന്നും അതൊന്നും വലിയ പിടിപാടില്ല. അമ്മ എപ്പോഴും പണ്ട് പറഞ്ഞ് ഞാൻ ഓർക്കണ്ടേ, നീ സൗണ്ട് എഞ്ചിനീയറിങ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പണ്ട് പറഞ്ഞ് ഓർക്കേണ്ടത്. അമ്മയ്ക്ക് സൗണ്ട് എഞ്ചിനീയറിങ് എന്താണെന്ന് ഒരു അംശം, ഒരു ശതമാനം പോലും അറിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പറഞ്ഞാൽ സൗണ്ട് എഞ്ചിനീയറുടെ ജോലി എന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ സൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിങ് അതിൻ്റെ അറ്റത്തുള്ളതുകൊണ്ട് പറഞ്ഞതാണോ എന്ന് സംശയമുണ്ട്. പക്ഷേ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പ്രൊഫഷണൽ സൗണ്ട് എഞ്ചിനീയറിങ്ങിന് ഒരു വലിയ ഒരു പ്രാധാന്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ജോലിയിൽ തന്നെ സൗണ്ട് എഞ്ചിനീയറിംഗ് ഉണ്ട്. അത് ഇൻ്റഗ്രേറ്റഡ് ആണ് ഈ മ്യൂസിക് പ്രൊഡക്ഷനിൽ. ഇതിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്യൂണുകൾ ഉണ്ടാക്കാൻ ഉള്ളൊരു കൊതിയായി. അതിലാണ് തന്നെയാണ് തുടക്കം. സ്വരങ്ങളെടുത്ത് നമ്മളിങ്ങനെ തരരാര എന്ന് പറഞ്ഞൊരു ട്യൂണായി. തരര താര കഴിഞ്ഞൊരു പല്ലവിയുടെ ഒരു വലിയ രണ്ടു വരിയൊക്കെ ആയി. ഈ പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഒരു മെഡിറ്റേറ്റീവ് പ്രോസസ്സാണ്. അത് എല്ലാം ഇങ്ങനെ കാൽക്കുലേറ്റഡ് ആയിട്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ചെയ്യുന്നത്. ചിലപ്പോൾ ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മളൊരു ടാലൻറ്റ് നമ്മൾ ബുദ്ധിപൂർവ്വം യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇന്ന സ്വര സഞ്ചാരങ്ങൾ വേണം അല്ലെങ്കിൽ ഇന്ന സ്വര കോമ്പിനേഷൻ വേണമെന്നൊന്നും തീരുമാനിച്ചിട്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ചെയ്യുന്നത്. ചിലപ്പോൾ റാൻഡമായിട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അതിനെ നമ്മളത് 2-3 പ്രാവശ്യം കേട്ടും അതിനെ ഒന്ന് കാച്ചിക്കുറുക്കി നമ്മുടെ വരുതിക്കാക്കി ഒരു ഇഷ്ടമുള്ള കേൾക്കാൻ ഇമ്പമുള്ള ട്യൂണ് ആക്കിയെടുക്കുന്ന ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മെലഡി ലൈൻ അങ്ങനെ കുറേ ചെയ്ത് പിന്നെ അച്ഛനെ അമ്മയൊക്കെ കേൾപ്പിക്കുക, കസിൻസിനെ കേൾപ്പിക്കുക. പിന്നെ ഞങ്ങളുടെ പുതിയ അമ്പലത്തിൻ്റെ മേൽശാന്തിമാരായിട്ട് വലിയ കമ്പനിയായിരുന്നു. അവരും പാട്ട് രസികന്മാരാണ്. ഇതുപോലെ അവരെ കേൾപ്പിക്കുക. ഇവരുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് അടുത്ത വേറൊരെണ്ണം ചെയ്യുക. ചിലപ്പോൾ ചിലത് കേൾപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലർക്ക് വസ്സൽ ബോറാട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ കൂടുതൽ വായിച്ചോടുകൂടി അടുത്തത് വേറൊരെണ്ണം ചെയ്യുക. അതുപോലെ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഈ പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ വരികളൊന്നും കിട്ടില്ല. നമുക്ക് ആരും എഴുത്തരുവൊന്നുമില്ല. പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുന്ന സാധനമല്ലല്ലോ. അപ്പോൾ പിന്നെ ശബ്ദധാരാവലി എടുക്കുക, ഇങ്ങനെ കുറേ വാക്കുകളൊക്കെ ഇങ്ങനെ നിരത്തി പിടിച്ച് ഇങ്ങനെ എഴുതി പിടിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ഭംഗിയുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ എഴുതി, അപ്പോൾ ആ ഭംഗിയുള്ള വാക്കുകളെല്ലാം കൂടെ ചേർത്ത് ഓലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് അമരുന്നു എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ചേർത്ത് തന്നെ വരികളാക്കി എഴുതി തുടങ്ങി. അങ്ങനെ വരി എഴുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ വന്നു തുടങ്ങി. വരി കൊള്ളാൻ ട്യൂൺ കൊള്ളില്ല എന്ന് പറയാൻ തുടങ്ങിയ അവസ്ഥകൾ വരെ വന്നപ്പോൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ എഴുത്ത് ടോട്ടലി നിർത്തിയത്. മ്യൂസിക് അതിനോടുള്ള കൊതി കൊണ്ട്. അപ്പം മെലഡി ലൈനായി അതിനെങ്ങനെ ഹാർമണി ഉണ്ടാക്കാം എന്നിങ്ങനെ ഉള്ള അപ്പം അന്ന് ഈ പള്ളികളിലൊക്കെ ഉപയോഗിക്കുന്ന അക്കമ്പനിമെൻറ്റിന് വേണ്ടി തന്നെയുള്ള കീബോർഡുകളൊക്കെ അവൈലബിൾ ആണ്. കുറേ വർഷങ്ങളായിട്ട് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഒരു പാട്ട് വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹാർമണൈസ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ അതിനകത്തുണ്ട്. അത് ഓട്ടോ അക്കമ്പനിമെൻ്റ് ആണ്. നമുക്കത് കീബോർഡിൽ പ്രീസെറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കമ്പോസറായിട്ട് ഒരാൾ ചെയ്യുമ്പോൾ അതങ്ങനെയല്ല യൂസ് ചെയ്യുക. നമ്മൾ നമ്മുടേതായ രീതിയിൽ അത് കമ്പോസ് ചെയ്യുകയാണ് ചെയ്യുക. ഞാൻ എൻ്റെ വയലിൻ അധ്യാപകൻ ജോസ് ഊട്ടി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജോസ് ഊട്ടി ചേട്ടൻ്റെ അടുത്ത് ഇതുപോലെ വയലിൻ പഠിക്കാൻ ചെല്ലുകയും കമ്പോസ് ചെയ്യുന്ന രീതികൾ എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ ഒരു പാട്ട് ഞാൻ പാടി കേൾപ്പിച്ചപ്പോൾ ആ പാട്ടിന് അദ്ദേഹം ഇരുന്നൊരു ഓർക്കസ്ട്ര എഴുതി എനിക്ക് കാണിച്ചു തന്നു. ഒരു ഫുൾ സ്കോർ ആയിട്ട് നൊട്ടേഷൻ സ്റ്റാഫായിട്ട് വെസ്റ്റേൺ നോട്ടായിട്ട് ഒരു പാട്ടിനെ സ്റ്റുഡിയോയിൽ എങ്ങനെ എഴുതണം എന്ന് എനിക്ക് കാണിച്ചു തന്നു. 3-4 പാട്ടുകൾ അങ്ങനെ എനിക്ക് ചെയ്ത് കാണിച്ചു തന്നു. പിന്നെ ഞാൻ തന്നെ ഇത് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ സമയത്ത് കീബോർഡ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഈ പാട്ടിൻ്റെ ഹാർമണി എന്ന് പറയുന്നതിന് വളരെ ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാവുകയും ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പതുക്കെ അങ്ങനെ ചെയ്ത് തുടങ്ങി. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഇതിനെ എസ്തെറ്റിക്കലി എങ്ങനെ ഇതിനെ ഭംഗിയാക്കാം, കുറച്ചുകൂടി അതിനെന്തൊക്കെ പൊടിപ്പും തൊങ്ങലുകൾ കൊടുക്കാം, ഓർണമെൻറ്റേഷൻ എങ്ങനെ കൊടുക്കാം,
കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടും കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ടും പാട്ടിങ്ങനെ കേട്ട് വരുമ്പോൾ എവിടെയെങ്കിലും ബോറടിക്കേണ്ടി അവിടെ എങ്ങനെ അത് മാറ്റി കറക്റ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ ആണ് ഈ മ്യൂസിക് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ആ സ്കിൽ കയ്യിലാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീടാണ് ഞാൻ പറഞ്ഞല്ലോ കീബോർഡ് വന്നപ്പോൾ അത് കുറച്ചുകൂടി ഈസിയറായി. പിന്നെ കമ്പ്യൂട്ടർ വന്നപ്പോൾ അത് കുറച്ചുകൂടി വിഷ്വലി നമുക്ക് കണ്ടുകൊണ്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയായിട്ട് മാറി. അപ്പോഴും ഇതൊന്നും പഠിപ്പിക്കാൻ ആരുമില്ല. ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മളുടേതായ രീതിയിൽ അത് ചെയ്ത് പഠിച്ച് ചെയ്യുക മാത്രമേ നിർവാഹമുള്ളൂ. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന ടൂളുകൾ തന്നെയാണ് സ്റ്റുഡിയോകളിൽ സൗണ്ട് എഞ്ചിനീയറിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൗണ്ട് എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് എഞ്ചിനീയർമാരായ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പം അങ്ങനെ എറണാകുളത്തെയും ചെന്നൈയിലെയൊക്കെ ഉള്ള പല എഞ്ചിനീയർമാരോടും ഒപ്പം പ്രവർത്തിച്ച് അവർ പറഞ്ഞു തന്നിട്ടുള്ള അവരുടെ ഒരു മെൻറ്റർഷിപ്പ് കൊണ്ടും കൂടി എത്രയോ കാലങ്ങൾ കൊണ്ട് ഇങ്ങനെ ചെയ്ത് അങ്ങനെ വന്നതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പം മ്യൂസിക് പ്രൊഡക്ഷൻ അങ്ങനെ കോഴ്സുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇത് ചെയ്യാൻ. പിന്നെ ചെന്നൈയിൽ നമ്മുടെ എ ആർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്. മ്യൂസിക് പ്രൊഡക്ഷൻ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് സാധ്യതകളുള്ള ഒരു മേഖലയായിട്ട് മാറി. മാത്രമല്ല ഇൻ്റർനെറ്റ് വന്നതോടുകൂടി എവിടെയും മ്യൂസിക് വേണം എന്നുള്ളൊരു സംഗതി വന്നല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ റീല് വന്നാൽ അതിന് BGM മ്യൂസിക് വേണം. അത് ആരെങ്കിലും കമ്പോസ് ചെയ്തിട്ടുള്ളതായിരിക്കണം അല്ലേ. അപ്പോൾ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അനന്തമായ സാധ്യതകളുള്ള ഒരു മേഖലയായിട്ട് അങ്ങനെ മാറിയതുകൊണ്ട് മ്യൂസിക് പ്രൊഡക്ഷൻ ഇങ്ങനെ തുടർന്ന് പോകുന്നു. ഒത്തിരി മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്, ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ആർട്ട് ലൈഫ് തന്നെയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ. ആർട്ട് ജീവിതത്തിൻ്റെ പ്രതിഫലനമാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ പലരും പറയുന്നുണ്ട്. വാക്കിൽ പറയണം എന്നില്ല, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ആർട്ടിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ പാട്ട് ആസ്വദിക്കുന്ന ഒരാൾക്കാണ് സംഗീതം അല്ലെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ തിയേറ്റർ, സിനിമ, ഇതൊക്കെ ആർട്ടുകൾ തന്നെയാണല്ലോ. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഓരോരുത്തർക്കും അവരവരുടേതായ ഇൻ്റർപ്രിട്ടേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ആർട്ട് എന്ന് പറയുന്നത് അയാളെ ട്രാൻസ്ഫോം ചെയ്യുകയും ഇവോൾവ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രൊജക്റ്റ് തുടങ്ങി ആ പ്രൊജക്റ്റ് തീരുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യമായ കാര്യം പഠിക്കുകയും നമ്മൾ ഇവോൾവ് ചെയ്യുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ആർട്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം വേസ്റ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ജോലിയായിട്ടുള്ള ചെയ്തതിനപ്പുറം അത് നമുക്ക് കിട്ടുന്ന ഒരു ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഉള്ളിൽ നടന്നിരിക്കണം. നമ്മുടെ ഉള്ളിലൊരു സംഗതി വരികയും അത് ഒന്ന് നമ്മളെ തന്നെ വാഷ് ചെയ്ത് ബെറ്റർ പരിപാടിയായിട്ട് നമ്മൾ മാറിയിരിക്കണം. ഇപ്പോൾ ആര്യദത്ത പ്രിയദത്തയുടെ കൃപയാ പാലയ ശൗര്യ അതിനെ ഹാർമോണൈസ് ചെയ്യാൻ പറഞ്ഞു, സ്ട്രിങ് ഓർക്കസ്ട്രേറ്റ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് ഏറ്റെടുക്കുമ്പോഴേക്കും ഞാൻ ഓൾറെഡി ഇവിടെ മ്യൂസിക് സർക്കിളിലൊക്കെ അത്യാവശ്യം പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ അപ്പോഴും ഇത് തുടങ്ങുമ്പോൾ ഒരു ബിഗ് സീറോ, ഒരു ക്ലീൻ സ്ലേറ്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഇതിനെ ഒന്നാമത് അവർ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സ്വാതി തിരുനാൾ കൃതി സ്ട്രിങ് ഓർക്കസ്ട്ര വെച്ചിട്ട് അറേഞ്ച് ചെയ്യണം എന്നാണ് പറഞ്ഞത്. കൃതി ഏതാണെന്ന് പോലും ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നതാണ്. ഒരു പറ്റം കൃതികൾ എടുത്തിട്ട് ഞാൻ അത്യാവശ്യം ഇത് ആദ്യം ഞാൻ സജസ്റ്റ് ചെയ്തതാണ്. ഇതിന് ഈ രാഗത്തിൻ്റെ ചില ഗുണങ്ങൾ, മറ്റേ ചാരികേശി രാഗത്തിന് പ്രത്യേകതയുണ്ട്. സരിഗമപ ഇവരെ ശങ്കരാഭരണമാണ്, അതിൻ്റെ യൂണിവേഴ്സൽ രാഗത്തിൻ്റെ ഭാവമാണ്. പദനിസ എന്ന് പറയുന്നത് നടഭൈരവി രാഗം പോലെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ആണ്. നമ്മുടെ വെസ്റ്റേൺ മ്യൂസിക്കിൽ മൈനർ സ്കെയിൽ പോലത്തെയാണ്. മേജറും മൈനറും കൂടി ചേർന്ന് വരുന്നതാണ്. ഇത് ഹാർമണൈസ് ചെയ്താലും പ്ലെയിൻ നോട്ടുകൾ പിടിച്ചാലും ഈ രാഗത്തിൻ്റെ ഭാവം നഷ്ടപ്പെട്ടു പോയില്ല. ചാരുകേശി രാഗം മറ്റു പല രാഗങ്ങളും ഇപ്പോൾ തോടിയൊക്കെ പോലുള്ള രാഗങ്ങൾ നമ്മൾ അതിനകത്ത് സ്ട്രിങ് ഓർക്കസ്ട്ര വായിച്ചു കഴിഞ്ഞാൽ ഈ രാഗത്തിൻ്റെ ഭാവം ഓർക്കസ്ട്രയ്ക്ക് ഉണ്ടാവില്ല. അത് വളരെ പ്ലെയിനായിട്ട് വേറൊരു പരിപാടിയായിരിക്കും. പക്ഷേ ഇതിൽ BGMലും അതുണ്ടാവും, പാട്ടിലും തീർച്ചയായിട്ടും അതുണ്ടാവും. ആ സജഷൻ മുതൽ ഇത് തീർന്ന് അതിൻ്റെ ഫൈനൽ മിക്സിങ് കഴിയുന്നത് വരെ തുടങ്ങി. പിന്നെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഞാൻ എടുത്തത് വേറെ ഒരു ഇൻസ്ട്രുമെൻറ്റും വയ്ക്കുന്നില്ല, ഇപ്പോൾ പ്രത്യേകിച്ച് പെർക്കഷൻ വയ്ക്കുന്നില്ല. ഞാൻ എടുത്ത തീരുമാനം അതൊക്കെ ഒരു കമ്പോസേഴ്സ് ലിബർട്ടിയാണെന്ന് തന്നെ പറയാം. അതില്ലാതെ എങ്ങനെ ഇതിൽ താളം ഫീൽ ചെയ്യിപ്പിക്കാം. എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ BA ചെയ്യുമ്പോൾ സബ് മൃദംഗമായിരുന്നു. മൃദംഗത്തിൽ നമ്മൾ ഇപ്പം ഇടന്തലയും വല്ലന്തലയും ഉണ്ടല്ലോ. മൃദംഗത്തിൻ്റെ ഇടന്തല പോലെ ഇതിനകത്ത് ഡബിൾ ബേസ് സെല്ലോ ഒക്കെ യൂസ് ചെയ്യുക. വയലിനും വിയോളയൊക്കെ നമ്മൾ വല്ലന്തല പോലെ മൃദംഗത്തിൻ്റെ ഫോളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ, അതായത് താള ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. അത് കമ്പോസിങ് പ്രോസസ്സിൻ്റെ ഇടയിൽ തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതങ്ങനെ ഒരു പരിപാടി ആലോചിച്ചിട്ട് തുടങ്ങിയതല്ല. തുടങ്ങി വന്ന് ഇതെങ്ങനെ ചെയ്യാം, ഇതെങ്ങനെ ഇതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നാലോചിച്ച് ഇടയ്ക്ക് ഇതെങ്ങനെ ടോട്ടലി ബ്രേക്ക് ചെയ്യാം, ഈ താളത്തിൽ നിന്ന് ടോട്ടലി ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ വീണ്ടും താളം തുടങ്ങുമ്പോഴായിരിക്കും അതിന് ഭംഗി വരിക.
ഇങ്ങനെയുള്ള തോട്ട് പ്രോസസ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ആർട്ടിസ്റ്റിന് മാത്രം ഒരു പക്ഷേ കിട്ടുന്ന ലിബർട്ടിയാണ്. ഇന്ന് രാത്രി ഞാൻ കമ്പോസ് ചെയ്ത് വെക്കുന്ന ഒരു പീസ് നാളെ രാവിലെ എൻ്റെ കാറിൽ കേട്ട് ഒരു ആസ്വാദകനായി കേൾക്കാം. മറ്റൊരു ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് പറ്റണമെന്നില്ല. ആർട്ടിന് അങ്ങനെ ഒരു ഗുണമുണ്ട് ആർട്ടിസ്റ്റുകൾക്ക്. ആ പ്രോസസ്സാണ് അതിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്നതും. ഈ ഇവല്യൂഷൻ ഉണ്ടല്ലോ, ഇത് ചെയ്യുന്ന സമയത്ത് ഈ തോട്ട് പ്രോസസ്സും ഈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയൊക്കെ ചിന്തിച്ചിരുന്നു പിന്നെ ഒരിക്കൽ പോലും ഓർക്കില്ല. പിന്നെ അത് കേൾവിക്കാരനായിട്ടാണ് നമ്മളത് കേൾക്കുക. അത് ആണ് ഇതിനെ ഏറ്റവും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ. ആർട്ടിസ്റ്റ് ഞാൻ അങ്ങനെ അധികം പെർഫോമൊന്നും അധികം ചെയ്യാറില്ല. പെർഫോം ചെയ്യാതിരിക്കാൻ ഇടയ്ക്ക് എപ്പോഴും ഈ പെർഫോമൻസ് നിന്നുപോയതാണ്. പിന്നീട് അത് തുടരാനുള്ള ഒരു സാഹചര്യം വന്നില്ല. അപ്പോഴേക്കും ഈ പിന്നണിയിൽ വളരെ തിരക്കുള്ള ഒരു ആളായിട്ട് മാറി. അതുകൊണ്ടാണ് പിന്നെ ഇത് ഉണ്ടാവാതിരുന്നത്, ലൈവ് പെർഫോമൻസസ് ഉണ്ടാവാതിരുന്നത്. അപ്പോഴും പക്ഷെ പിന്നണിയിൽ ഇത് നടക്കുന്നുണ്ട്. പിന്നണിയിലൊരു കലാകാരൻ എന്ത് പെർഫോം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പ്രോസസ്സ് പിന്നണിയിൽ നടക്കുന്നുണ്ട്. ഓരോ ഫ്രേസസ് കമ്പോസ് ചെയ്യുമ്പോഴും വളരെ പുതിയ ഫ്രഷായിട്ട് ഇങ്ങനെ ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്നിട്ടാണ് ചെയ്യുക. അപ്പം അത് കമ്പോസ് ചെയ്യുകയും അത് കേൾക്കുകയും മറ്റൊരു ആർട്ടിസ്റ്റ് അതിനെ അത് വായിച്ച് ഭംഗിയാക്കി തിരിച്ചു തരികയും അതിന് നമ്മൾ സൗണ്ട് എഞ്ചിനീയറിങ് ചെയ്ത് ഭംഗിപ്പെടുത്തി നല്ല മിക്സൊക്കെ ചെയ്ത് മാസ്റ്ററിങ്ങൊക്കെ ചെയ്ത് കൂടുതൽ ഇമ്പമുള്ള ശബ്ദമാക്കുന്ന പ്രോസസ്സ് പോലും ഭയങ്കര ക്രിയേറ്റീവാണ്. വളരെ റോ ആയിട്ട് ഉള്ളൊരു വോയിസിനകത്ത് നമ്മൾ നല്ല ഈക്വലൈസിംഗ് ഒക്കെ ചെയ്ത് അതിന് ഡൈനാമിക്സ് ഒക്കെ കൺട്രോൾ ചെയ്ത് ഓട്ടോമേഷനൊക്കെ കൊടുത്ത് കേൾക്കാൻ നല്ല സ്മൂത്തറാക്കുന്നതിനകത്ത് സൗണ്ട് എഞ്ചിനീയർക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അതുപോലും നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ നിലവിൽ കയ്യിൽ കിട്ടുന്ന ഒരു സാധനത്തിനെ പിന്നെയും ബെറ്ററാക്കി കൊണ്ടുപോകുന്നൊരു പ്രോസസ്സാണ്. അപ്പം ഇത് ഉടനീളം നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും സന്തോഷമുള്ള കാര്യം. പിന്നെ നമ്മളുടെ മ്യൂസിക് കേട്ട് കുറേ പേർക്ക് സന്തോഷമൊക്കെ വരും. ഇപ്പം നമ്മുടെ തന്നെ പാട്ടുകൾ ഇപ്പം സഫാരി ടി വിയുടെ തീം സോങ്ങിൻ്റെ ഒക്കെ യൂട്യൂബിൽ കമൻറ്റ് ബോക്സൊക്കെ വായിച്ചാൽ ഭയങ്കര സന്തോഷം തരുന്ന, ഉന്മേഷം തരുന്ന കമൻറ്റുകളാണ് അതിൽ. എപ്പോഴെങ്കിലും നമ്മൾ മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് എടുത്ത് ഞാൻ വായിക്കാറുണ്ട്. ഇപ്പോഴും ഭയങ്കര എൻകറേജിങ് ആണ്. അവരുടെ ലൈഫിൻ്റെ ഭാഗമാണ്. യാത്ര ചെയ്യുന്ന കുറേ ആളുകൾക്കൊക്കെ ഇത് അവരുടെ ജീവിതത്തിൻ്റെ, അവരുടെ ചിന്തകളുടെ, അവരുടെ ലൈഫിലെ പല മൊമെൻറ്റുകളുടെയും ഒക്കെ ഒപ്പം ഈ പാട്ടുകളൊക്കെ പലതും ഉണ്ടാവും. അപ്പോൾ ആർട്ട് എന്ന് പറയുന്നത് ഉണ്ടായത് തന്നെ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള പ്രഷറും അതിൻ്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ റിലീവ് ചെയ്യാൻ വേണ്ടി തന്നെ ഉണ്ടായി. മനുഷ്യൻ തന്നെ എവല്യൂഷനിൽ കണ്ടെത്തി വന്ന പ്രോസസ്സാണ്. പിന്നെ അതൊരു മ്യൂസീഷ്യൻ, കമ്പോസറെ സംബന്ധിച്ച് അതൊരു ഭാഷയും കൂടിയാണെന്ന് ഞാൻ പറയും. ടെക്നിക്കലി അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് ഓരോ സ്വര കോമ്പിനേഷനിലൂടെ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ അതിൽ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുമാണ്, ഭാഷയുമാണ്, നമുക്ക് ദൈവമാണെന്ന് പറയാം. കണ്ടെത്തലാണ്. എന്താണ് മ്യൂസിക് ഇതെന്ന് അറിഞ്ഞിട്ടല്ല ഇതിൽ പ്രവർത്തിക്കുന്നത്. എന്താണ് മ്യൂസിക് എന്നുള്ള അന്വേഷണം തന്നെയാണ് ആ മ്യൂസിക്കിലുള്ള നമ്മുടെ ഉപാസന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു വലിയ സന്തോഷം തന്നൊരു കാര്യമാണ്. പി ജയചന്ദ്രൻ സ്മാരക അവാർഡ്, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആദ്യത്തെ അവാർഡാണിത്. സൗണ്ട്സ് ഗുഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തന്നിട്ടുള്ളതാണിത്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലുള്ള മ്യൂസിക് പ്രൊഡക്ഷന് ഉള്ള സംഭാവനകളുടെ പേരിലാണ്. അത് അത്ര ചെറുതല്ലാത്ത സന്തോഷം തരുന്നുണ്ട്. കാരണം പലപ്പോഴും ഈ സിനിമകൾ ജോലി ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചുകൂടി പോപ്പുലാരിറ്റിയും പണവുമൊക്കെ കിട്ടുന്നത്. ഇത്തരം പല പരിപാടികളും വേണ്ടെന്ന് വച്ചിട്ട് ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റുകളുടെ പിന്നിൽ ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് പ്രോജക്റ്റിൻ്റെ വലിപ്പമോ അതിൻ്റെ പ്രതിഫലത്തിൻ്റെ വലിപ്പമോ ഒന്നും നോക്കാതെ പല പ്രോജക്റ്റുകളിലും അങ്ങനെ ഇരിക്കാറുണ്ട്. അതിന് കിട്ടിയ ഒരു പ്രോത്സാഹനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് തന്നെയാണ് ശരിക്കുള്ള മ്യൂസിക് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ക്രിപ്റ്റിലും പർട്ടിക്കുലർ ഒരു സംവിധായകനും അല്ലെങ്കിൽ ഒരു ക്രൂവിനൊക്കെ വേണമെന്ന് തോന്നുന്ന ഒരു സംഗതി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഇൻഡിപെൻഡൻറ്റ് സോങ് ആകുമ്പോൾ അതിൻ്റെ തോട്ട് പ്രോസസ്സ് തന്നെ ഒരു കമ്പോസറുടെ തന്നെ ആയിരിക്കണം. ഈച്ച് ആൻഡ് എവറി നോട്ട് നമ്മൾക്ക് വളരെ ഫ്രീ ആയിട്ട് കമ്പോസ് ചെയ്യാം. എന്ത് വേണം നമുക്ക് തീരുമാനിക്കാം. അത് ചെയ്യാൻ കുറച്ച് കൂടുതൽ കൊതിയുമുണ്ട്. അത് കുറച്ചുകൂടെ കൂടുതൽ നന്നായിട്ട് ഇനിയും വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇവിടെ അതിന് പ്രോത്സാഹനം താരതമ്യേന കുറവാണ്. കേൾവിക്കാരെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നതിനെണ്ണം താരതമ്യേന കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ പബ്ലിസിറ്റിയും മാർക്കറ്റിംഗ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ എഫേർട്ടിട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരം പ്രോജക്റ്റുകളുടെ എണ്ണം പൊതുവെ കുറഞ്ഞു വരുന്നത്. അപ്പോഴും ഇടയ്ക്ക് ഒക്കെ ഓരോന്നൊക്കെ വരുന്നത് വലിയ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു അവാർഡ് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്.
സീക്കിങ് തന്നെ ആയിരിക്കും എൻ്റെ അൾട്ടിമേറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെർഫോമൻസ് ഞാൻ അധികം അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഇടയ്ക്ക് 1-2 പ്രാവശ്യം സ്റ്റേജുകളിൽ വളരെ അപൂർവമായിട്ട് അപ്പിയർ ചെയ്തതൊക്കെ സന്തോഷം തന്നിട്ടുണ്ട്. KMF കരുണ എന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു, കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ. അതിൻ്റെ പിന്നണിയിലൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞത് അല്ല മറ്റേ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അടുത്തൊരു മാസത്തോളം അതിൻ്റെ ഒരു ഹൈ ഇങ്ങനെ തുടർന്നിരുന്നു. അത് ഒരു പക്ഷേ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. അത്രയും സന്തോഷം പിന്നെ ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞു, ശൗര്യ എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ സ്കോർ എഴുതി വായിപ്പിച്ച് കഴിഞ്ഞ് ആ സമയത്താണ് ഒരു ചെറിയ കണ്ടെയ്ൻമെൻ്റ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു എലമെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലഹരിയാണ്. ചിലപ്പോൾ ഒരു ത്രെഡായിരിക്കും ഒരാൾ പറയുന്നുണ്ടാവുക. അതിനെ നമ്മുടെ ഉള്ളിലിട്ടൊന്ന് അതിനെ വളർന്നു കഴിഞ്ഞാൽ അത് പ്രൊജക്റ്റായി കഴിഞ്ഞ് അത് ഒരു പരിപാടി എത്തി എന്ന് പറയുന്ന ഒരു കംപ്ലീഷൻ പോയിന്റ് ഉണ്ടല്ലോ, അത് നമുക്ക് തരുന്നൊരു സന്തോഷമുണ്ട്. അതായിരിക്കും ഈ കമ്പോസ് ചെയ്യുമ്പോൾ അതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുമ്പോൾ ചില പ്രൊജക്റ്റുകൾ നമ്മളിങ്ങനെ ഇന്നതുപോലെ രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് ഒരു ഹിറ്റ് പാട്ടുണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചിട്ടിരുന്നാലൊന്നും നടക്കില്ല. ഇത് സംഭവിച്ച് കിട്ടുന്നതാണ്. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ളൊരു ടാലൻറ്റിനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് യൂസ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്, സയൻറ്റിഫിക്കായിട്ടും ടെക്നോളജിയും എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെ. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് എൻ്റെ ചേരുവകളെല്ലാം കറക്റ്റായിട്ട് വീണ് കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് ഒരു വശത്ത് അതൊരു ക്രിയേറ്ററുടെ ഹാപ്പിനെസ് ആണ്, വേറൊരു വശത്ത് അത് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളുടെ ഹാപ്പിനെസ്സും അതിനകത്തുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി. മികച്ച മ്യൂസിക് പ്രൊഡക്ഷനുള്ള സൗണ്ട്സ് ഗുഡ് P ജയചന്ദ്രൻ സ്മാരക അവാർഡ് കരസ്ഥമാക്കിയ സംഗീത സംവിധായകൻ നന്ദു കർത്തയുടെ ഓർമ്മകളും നിരീക്ഷണങ്ങളും ഇവിടെ സമാപിക്കുന്നു. നിർവഹണ സഹകരണം ചന്ദന S. ആനന്ദ്. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.